Hello everyone, welcome to ATC, a teaching capsule. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സയൻസിലുള്ള 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലുള്ള ഫസ്റ്റ് ചാപ്റ്ററായ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ ആണ്. ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ കേട്ടഡ് 2 സയൻസ്, കേട്ടഡ് 3 നാച്ചുറൽ സയൻസ്, സെറ്റ് എക്സാമിനേഷൻ, അതർ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പാർട്ട് 1 ആണ്. പാർട്ട് 2 ഈ ഒരു ചാപ്റ്റർ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സെക്ച്വൽ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് നോക്കാം. നമുക്കറിയാം ചില പ്ലാന്റ്സ് സീഡിൽ നിന്ന് ഗ്രോ ചെയ്യാറുണ്ട്. അപ്പോൾ സീഡിൽ നിന്നാണ് സീഡ്ലിങ്സ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് സെക്ച്വൽ റീപ്രൊഡക്ഷനിലൂടെയാണ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് സെക്ച്വൽ റീപ്രൊഡക്ഷനിലൂടെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ് ഫ്രം സീഡ്. സീഡിൽ നിന്നാണ് സീഡ്ലിങ്സ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെക്ച്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. ഇനി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ പാർട്സ് ആണ് റൂട്ട്, സ്റ്റെമ്മ്, ലീഫൊക്കെ. ഈ ഒരു ഭാഗത്ത് നിന്നാണ് പ്ലാന്റ്ലെറ്റ്, ചെറിയ പ്ലാന്റ്ലെറ്റ് ഫോം ചെയ്യുന്നതെങ്കിൽ, പുതിയ പ്ലാന്റ്ലെറ്റ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും അത് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയാണെന്ന്. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം parts like root, stem and leaf. ഇതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അടുത്തത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ടെക്നിക്സ് ആണ്. അപ്പോൾ മെയിൻലി 3 ടെക്നിക്സ് ആണുള്ളത്. ഒന്നാമത്തേതാണ് ലെയറിങ്, രണ്ടാമത്തെ ഗ്രാഫ്റ്റിംഗ്, മൂന്നാമത്തേത് ബഡ്ഡിങ്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ടെക്നിക്കാണ് ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്. ഫസ്റ്റ് നമുക്ക് ലെയറിങ് എന്താണെന്ന് നോക്കാം. ലെയറിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ചെടിയുടെ തൈയാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആ ഒരു ബ്രാഞ്ച്, ആ ഒരു പ്ലാന്റിനെ സെലക്ഷൻ ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പ്ലാന്റിൻ്റെ ഒരു പെൻസിൽ തിക്കായിട്ടുള്ളൊരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ഒരു പെൻസിലിൻ്റെ തടിയുള്ള ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന് ഒരു 1 സെൻറ്റിമീറ്റർ ബാർക്ക് പീൽ ചെയ്തെടുക്കുക. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഏതോ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്തു, അതിൽ നിന്ന് ഒരു പെൻസിൽ തിക്കായിട്ടുള്ള ഒരു സ്റ്റെമ്മ് സെലക്ട് ചെയ്തു, അതിൽ നിന്നും 1 സെൻറ്റിമീറ്ററിൽ നമ്മൾ പീൽ ഓഫ് ചെയ്ത്. രണ്ടാമതെന്ന് പറയുന്നത് ഈ പീൽ ഓഫ് ചെയ്ത സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക? കോക്കനട്ട് ഫൈബർ, സോയിൽ, സോഡസ്റ്റ് ഇതൊക്കെ ഒന്ന് വെള്ളമാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ കെട്ടുക. അതിൻ്റെ മേലെ പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ലെയറിങ്ങിൻ്റെ. മൂന്നാമത്തേന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളിങ്ങനെ വെള്ളം നനയ്ക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് വേര് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മേലത്തെ കവറിങ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേര് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ആയിട്ട് അതിനെ കുഴിച്ചിടാൻ വേണ്ടി സാധിക്കും. വേറൊരു രീതി ലെയറിങ്ങിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്ലാന്റിൻ്റെ ഒരു ബ്രാഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യും? സോയിലിലേക്ക് താഴ്ത്തി വെക്കും. അങ്ങനെ സോയിലിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ സോയിലുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു പ്ലേസിൽ റൂട്ട് ഫോർമേഷൻ നടക്കും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലാന്റ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലെയറിങ്. നെക്സ്റ്റ് ടെക്നിക്കാണ് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പ്ലാന്റിൻ്റെ സ്റ്റെമ്മിനെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റ്ലെറ്റിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്റ്റോക്കും വേണം, സിയോണും വേണം. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്
നമ്മളിപ്പോൾ ഇതാണ് സ്റ്റോക്കായിട്ട് സെലക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ റൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ സിയോണായിട്ട് എടുക്കും. ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതിനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 2 പ്ലാന്റിനെയും നമ്മൾ ഒപ്പരം വെച്ചിട്ട് നല്ലോണം ടൈറ്റായിട്ട് ടൈ ചെയ്ത് കൊടുക്കും. ടൈ ചെയ്തിട്ട് ആ ഒരു ഏരിയ ഓഫ് ജോയിനിങ്ങിൻ്റെ അവിടെ പീൽ ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ റൂട്ടഡ് പ്ലാന്റ് സ്റ്റോക്കല്ലേ, സ്റ്റോക്കിൻ്റെ റൂട്ടേ നമുക്ക് വേണ്ടുള്ളൂ. ഈ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇവിടുന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യും. ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് റിമൂവ് ചെയ്തായി. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ്. ഇതിൻ്റെ റൂട്ട് ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്നും കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിങ് കംപ്ലീറ്റഡ് ആയി. നമുക്ക് ഒരു ഹൈ ക്വാളിറ്റി ഉള്ളൊരു, നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളൊരു പ്ലാന്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്ലാന്റ്. ഇത് വേറൊരു പ്ലാന്റിൻ്റെ റൂട്ടാണ്. ഇങ്ങനെയാണ് ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ സിയോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സിയോൺ മീൻസ് ബ്രാഞ്ച് selected for grafting. ഗ്രാഫ്റ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ സിയോൺ എന്ന് പറയുന്നത്. ഇനി സ്റ്റോക്ക് എന്ന് പറയുന്നത് റൂട്ടഡ് പ്ലാന്റ് ആണ്. അതായത് ഈ പ്ലാന്റിൻ്റെ റൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റൂട്ടഡ് പ്ലാന്റ് selected for grafting. ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഹൈ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്ലാന്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിൽ സിയോണും ഉണ്ടാവും സ്റ്റോക്കും ഉണ്ടാവുമെന്ന് ഓർമ്മിക്കുക. അടുത്തത് നമുക്ക് ബഡ്ഡിങ് എന്താണെന്ന് നോക്കാം. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്ലാന്റ് സെലക്ട് ചെയ്തു. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രോപ്പർട്ടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മളൊരു ബഡ് കട്ട് ചെയ്തെടുക്കുന്നു, ഈ ഒരു ഷേപ്പിലല്ല. അങ്ങനെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഏത് പ്ലാന്റിലേക്കാണോ അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു പ്ലാന്റിൽ ഒരു T ഷേപ്പ് കട്ട് ഫോം ചെയ്യുക. ആ ഒരു T ഷേപ്പ് കട്ടിലേക്ക് നമ്മൾ ഈ ബഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ ഈ പ്ലാന്റിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ റോസൊക്കെ ഒരേ റോസിൻ്റെ ചെടിയിൽ പല ടൈപ്പ് കളേഴ്സുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നില്ലേ, അതൊക്കെ ബഡ്ഡിങ്ങിലൂടെയാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ക്വാളിറ്റീസ് ഓഫ് എ വെറൈറ്റി, ഒരു വെറൈറ്റിയുടെ ക്വാളിറ്റി എന്തൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളൊരു വെറൈറ്റി സെലക്ട് ചെയ്യുമ്പോൾ അത് ലോങ് ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കണം, ഹൈ ഈൽഡ്, നമ്മൾ സോയിൽ ആക്റ്റീവായിട്ട് ഗ്രോ ചെയ്യാനുള്ള കഴിവ്, ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, പിന്നെ ഉള്ളത് ഡിസീസ് റെസിസ്റ്റൻസിനുള്ള കഴിവ്, ഹൈ ഡിസീസ് റെസിസ്റ്റൻസ്. ഫിഫ്ത്ത് പ്രോപ്പർട്ടിയാണ് നീഡ്സ് ലെസ് നർച്ചറിങ്, അതായത് കുറച്ച് മാത്രം പരിപാലനം, അതായത് ചെടീനെ കുറച്ച് മാത്രം നമ്മൾ പരിപാലിച്ചാൽ മതിയാകും. അങ്ങനെയുള്ള ക്വാളിറ്റീനെയാണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുക. നീഡ്സ് ലെസ് നർച്ചറിങ്. ഇനി നമുക്ക് കോക്കനറ്റിൻ്റെ വെറൈറ്റീസിനെ കുറിച്ച് പറയാം. അപ്പോൾ കോക്കനറ്റിന് മെയിൻലി 2 വെറൈറ്റിയെ കുറിച്ചാണ് പറയാനുള്ളത്. ടോൾ വെറൈറ്റിയും ഡോഫ് വെറൈറ്റിയും. ടോൾ വെറൈറ്റിയിൽ വരുന്നതാണ് വെസ്റ്റ് കോസ്റ്റ് ടോള്,
ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. ഇതാണ് കോക്കനറ്റിൻ്റെ ടോൾ വെറൈറ്റി. ഇനി ഡോഫ് വെറൈറ്റി ആണ് ചാവക്കാട് ഓറഞ്ച്, പിന്നെ ഉള്ളതാണ് ചാവക്കാട് ഗ്രീന്, ഗംഗാബോധം, ഇത് മൂന്നുമാണ് നമ്മുടെ കോക്കനറ്റിൻ്റെ ഡോഫ് വെറൈറ്റി. അപ്പോൾ നമ്മൾ ഈ ടോൾ വെറൈറ്റീനെയും ഡോഫ് വെറൈറ്റീനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള വെറൈറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ പോളിനേഷനാണ് നടത്തുന്നത് ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ്. അതായത് ഒരേ സ്പീഷീസിലെ പ്ലാന്റ്സ് തമ്മിൽ ആർട്ടിഫിഷ്യലി പോളിനേറ്റ് ചെയ്യിപ്പിച്ചിട്ട് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടിൻ്റെയും ക്വാളിറ്റീസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സീഡ്സിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടുന്ന ക്വാളിറ്റി ഉള്ളതും ഉണ്ടാകും, വേണ്ടാത്ത ക്വാളിറ്റി ഉള്ളതെല്ലാം ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ ന്യൂ സീഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ന്യൂ സീഡ്സ് പ്രൊഡ്യൂസ്ഡ് എങ്ങനെ? ത്രൂ ചെടി ഒറ്റക്കല്ല പോളിനേറ്റ് ചെയ്യുന്നത്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾക്ക് വേണ്ടുന്ന പ്ലാന്റിൻ്റെ ക്യാരക്ടറുള്ള പോളൻ ഗ്രേഡ്സ് സെലക്ട് ചെയ്തിട്ട് വേറൊരു പ്ലാന്റിൽ ഡസ്റ്റാണ് ചെയ്യുന്നത്. ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിറ്റ്വീൻ എങ്ങനെയുള്ള സ്പീഷീസ്? ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ്. സെയിം സ്പീഷീസിലുള്ള പ്ലാന്റ്സ് തമ്മിലാണ് ഇങ്ങനെ നമ്മൾ പോളിനേറ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു രണ്ട് സെയിം സ്പീഷീസ് ആണെങ്കിലും ക്യാരക്ടർ മാറ്റം ഉണ്ടാവും, ഡിഫറെൻറ്റ് ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇങ്ങനെയുള്ളതാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ളത്, മിക്സ്ചർ ഓഫ് ബോത്ത് പാരൻ്റ് ടൈപ്സ് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ സെലക്ഷൻ, നമുക്ക് വേണ്ടുന്നത് നമ്മൾ സെലക്റ്റാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് കോക്കനറ്റിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി 3 വെറൈറ്റിയാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ. ഒന്നാമത്തതാണ് ചന്ദ്രലക്ഷ. ചന്ദ്രലക്ഷ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ തന്നെ ചാവക്കാട് ഓറഞ്ച് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചന്ദ്രലക്ഷ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ലക്ഷദ്വീപ് ഓർഡിനറി ടോൾ വെറൈറ്റിയാണ് കോക്കനറ്റിൻ്റെ. അതേപോലെ ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്നത് ഡോഫ് വെറൈറ്റിയാണ്. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് ചന്ദ്രശങ്കര. ചന്ദ്രശങ്കര ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചന്ദ്രശങ്കര ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ചന്ദ്രശങ്കരയിൽ ടോൾ വെറൈറ്റി എന്ന് പറയുന്നത്
വെസ്റ്റ് കോസ്റ്റ് ടോളാണ്. ചാവക്കാട് ഓറഞ്ച് ഡോഫ് വെറൈറ്റി ആണ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിളാണ് ലക്ഷഗംഗ. ലക്ഷഗംഗ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ തന്നെ ഗംഗാബോധവും കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൽ ലക്ഷദ്വീപ് ഓർഡിനറി ടോളാണ്, ഗംഗാബോധം ഡോഫ് വെറൈറ്റി ആണ്. അപ്പോൾ ഇത്രയാണ് കോക്കനറ്റിൻ്റെ വെറൈറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അതർ ഹൈബ്രിഡ് വെറൈറ്റീസിനെ കുറിച്ചിട്ടും അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ടിഷ്യൂ കൾച്ചർ, ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു എവ്രിവൺ.